ഹായ്! ഇന്ന് ചെറിയൊരു മിനി വ്ലോഗാണ്. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ നിച്ചുമോളും കുട്ടികളും ആണ് ഇപ്പോൾ ഇന്ന് അടുക്കളയിൽ കയറിയിട്ടുള്ളത്. വൈകുന്നേരത്തെ ചായക്ക് കടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ചില ദിവസം എന്നല്ല അങ്ങനെ കടിയായിട്ട് മെനക്കെട്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയുമാണ്. അപ്പോൾ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ നിച്ചുമോൾ തന്നെ അതൊന്ന് പഴമൊക്കെ ഒന്ന് വാട്ടിയെടുക്കണുണ്ട് കേട്ടോ. ചായക്കുള്ള വെള്ളം ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ വേറെ പണികളൊക്കെ എടുക്കാനും ഉണ്ട്. ഇന്നാണെങ്കിൽ ഉച്ചക്ക് കറിയൊന്നും ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറിയും വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ വാട്ടലും ചായ കുടിക്കലൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ തിരുമ്പിയ തുണികളുണ്ടായിന് കേട്ടോ മടക്കി വെക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മടക്കി എടുക്കുകയാണ്. എനിക്കാണെങ്കിൽ പണ്ട് മുതലേ മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു തിരുമ്പിയ തുണികൾ മടക്കുക എന്നുള്ളത്. ഞാൻ ചെറുപ്പത്തിൽ ഞാനും അനിയത്തിയും ഇതിനാണ് അധികവും അടി കൂടലേ, തുണികൾ മടക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ എന്തായാലും ഇവിടെ ഇപ്പോൾ ഒന്നിനും അടി കൂടാനില്ല, ഒക്കെ ഞാൻ തന്നെ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം തിരുമ്പിയ തുണികളൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇതാട്ടോ ഞങ്ങളെ ചായ കുടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചിക്കൻ കറിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കറിക്കുള്ള സാലഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവണ ആ ഒരു സമയം കൊണ്ട് തന്നെ കറിയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നാക്കിയിട്ട് ആ ഒരു കുഞ്ചിയിലിട്ടിട്ട് ഒന്ന് കുത്തി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നാഫിമോൻ ഇവിടെ പഠിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റോനാണെങ്കിൽ അതിനെക്കാട്ടി മുന്നേ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഇടക്ക് പോയി നോക്കി. അവിടുത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അപ്പോൾ കുട്ടീനെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കുകയാണ് കേട്ടോ. എന്തായാലും അങ്ങനെ ഓൻ്റെ കളിയും കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനിതാ തിരിച്ച് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോകുന്നതാണ്. നമ്മളെ സാലിനൊക്കെ തക്കാളി ഉള്ളിയൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വേഗം കറികളൊക്കെ ഉണ്ടാക്കുക. ഇതാകുമ്പോൾ പെട്ടെന്ന് കറിയായി കിട്ടുന്ന പോലെ എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് കാശ്മീരി മുളകും പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ കറിയും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ മക്കൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.